وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജാമിഅത്തുൽ ഫുർഖാൻ്റെ കീഴിൽ മാസം തോറും നാം നടത്തിവരുന്ന ദൗറ അൽ ഇൽമിയ, അഖീദപരമായ കാര്യങ്ങളാണ് നാം ഈ ദൗറയിൽ ചർച്ച ചെയ്തു പോരുന്നത്. തീർത്തും ഖുർആനും സുന്നത്തും മൻഹജു സലഫും അനുസരിച്ച് ചെറുപ്രായത്തിലെ വിദ്യാർത്ഥികളെ നല്ലൊരു പ്രബോധകനായും പണ്ഡിതനായും വാർത്തെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വിദ്യാഭ്യാസം നൽകി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തലപ്പാടിക്കടുത്ത് KC റോഡിൽ നാം ആരംഭിച്ച ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ഓരോ മാസങ്ങളിലും അഖീദപരമായും തുടർന്ന് ഫിഖ്ഹുമായും ബന്ധപ്പെട്ട കാര്യങ്ങളും നാം ചർച്ച ചെയ്തു പോരുന്നു. അതിൻ്റെ തുടക്കമെന്നോണം ഇന്ന് അഖീദ പഠനത്തിൻ്റെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം അഖീദ പഠിക്കാൻ ആവശ്യക്കാരനാണ്, അതും അതേപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രത്യേകതകളും മറ്റുള്ള ഇതര കക്ഷികളിൽ നിന്ന് എന്തുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅ വ്യത്യസ്തനായി നിൽക്കുന്നു എന്നുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അഖീദ പഠനത്തിൻ്റെ പ്രാധാന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ ആയത്തിൽ നമ്മെ ഉണർത്തി ഓർമ്മപ്പെടുത്തി മുഅ്മിനീങ്ങളെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യ സമൂഹത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഇബാദത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞത് ലിയുഖിറു അൽ ഇബാദ, ഇബാദത്ത് അംഗീകരിക്കാൻ വേണ്ടി, ലിയുവഹിദു, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ച് മുവഹിദായി എല്ലാ രീതിയിലും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കാനാണ് മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്യം അതാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചു, ഖലഖൽ ഇബാദ ലിഇബാദതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അടിമകളെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആദ്യത്തേതും അവസാനത്തേതുമായ ലക്ഷ്യം ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രം ആയിട്ടുള്ള ഇബാദത്ത്. അതിൻ്റെ ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് നമ്മുടെ അഖീദ നാം മനസ്സിലാക്കുക. ഏത് രീതിയിലാണ് നാം വിശ്വസിക്കേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലും അതന്നെ അള്ളാഹുവിൻ്റെ ദീനും, ഏത് രീതിയിലാണ് നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്, മണ്ണ് ആവശ്യമാണ്, അതുപോലെ തന്നെ ശ്വാസം നമുക്ക് ആവശ്യമാണ്, വായു ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി ആവശ്യമായിട്ടുള്ളത് സഹീഹായ അഖീദയാണ്. കാരണം മരിക്കുന്നതിനോടുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ലാതായി, മണ്ണിൻ്റെ ആവശ്യമില്ലാതായി, ശ്വാസത്തിൻ്റെ ആവശ്യമില്ലാതായി. പക്ഷേ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതത്തിൽ അവസാനിക്കാത്ത ജീവിതമാണ് അങ്ങോട്ട്. മരണത്തിന് ശേഷമാണ് അവസാനിക്കാത്ത ജീവിതം. അവിടേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യമാണ് അഖീദത്തുൻ സഹീഹ, സഹീഹായ അഖീദ. വെള്ളം കലരാത്ത പരിപൂർണമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഖീദ അവിടെയാണ് ആവശ്യം വരുന്നത്. അതുകൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും അഖീദ പഠനത്തിന് നാം മുൻഗണന നൽകണം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ.
അഖീദ പഠനത്തിന് നാം മുൻഗണന നൽകണമെന്ന് പറയുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഒന്ന്, ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ആദ്യമായിട്ട് അവരുടെ സമുദായത്തെ ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്, അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്കാണ്. ആദ്യമായിട്ട് ക്ഷണിച്ചത് അഖീദത്തുൻ സഹീഹായ അഖീദയിലേക്കാണ് ആദ്യമായി ക്ഷണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓരോ പ്രവാചകന്മാരെയും എടുത്തു പറഞ്ഞു. വഇലാ മദ്യന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ശുഐബ് നബി അലൈഹിസ്സലാം സമുദായത്തോട് പറഞ്ഞത് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ആദ്യത്തെ കൽപ്പനയാണ്. നൂഹ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ ശുഐബ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരും ഇതേ വാക്കാണ് ആദ്യമായിട്ട് സമുദായത്തോട് സംസാരിച്ചത്. ഏറ്റവും പ്രധാനമുള്ള കാര്യം ആദ്യം തൗഹീദ് ശരിയാക്കുക, അഖീദ ശരിയാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വഫ്ദു അബ്ദുൽ ഖൈസിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കടന്നു വന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിലേക്ക്. ഹിജറ 5-ാം വർഷമാണ് അവർ ആദ്യമായിട്ട് വന്നത്. അവർ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് വിചാരിക്കുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങയുടെ അടുക്കലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അങ്ങയുടെയും നമ്മുടെയും ഇടയിൽ ശത്രുക്കളുണ്ട്. അവർ നമ്മെ ഉപദ്രവിക്കും, ബുദ്ധിമുട്ടിക്കും. നാം ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങയുടെ അടുക്കലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാ ഞങ്ങൾ വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫമുർനാ ബിഫസ്ലിൻ ബിഖബ്രിൻ ഫസ്ലിൻ, നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും ഇനി മറ്റൊരാളോട് ചോദിക്കാൻ ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു അള്ളാഹുവിൻ്റെ റസൂലിനോട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അവരെ പഠിപ്പിച്ചത് അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അഖീദയാണ്, തൗഹീദാണ് ആദ്യമായിട്ട് അവരെ പഠിപ്പിച്ചത്. അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യം, ശരിയായ അഖീദ. കാരണം ശരിയായ അഖീദ ഇല്ലെങ്കിൽ, ഫാസിദായ തെറ്റായ അഖീദയാണ് ഒരാൾ വെച്ച് പുലർത്തി അവൻ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ച് മരണപ്പെട്ടാൽ ഒരു കാര്യവുമില്ല ആ ജീവിതം കൊണ്ട്. അത്രയും കാലം അവൻ ജീവിച്ച ജീവിതം ഒരു ഉപകാരമില്ലാത്ത ജീവിതമായിട്ട് മാറും. ശരിക്കും മനുഷ്യൻ ജീവിതം ആസ്വദിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഇത്രയും പ്രധാനപ്പെട്ട് എല്ലാ പ്രവാചകന്മാരും ആദ്യമായിട്ട് സമുദായത്തെ പഠിപ്പിച്ചത് സഹീഹായ അഖീദയാണ്. അത് കഴിച്ചിട്ടേ മറ്റെന്തുള്ളൂ. മറ്റേത് ഇബാദത്താണെങ്കിലും നമ്മുടെ അഖീദ സഹീഹാകണം, ശരിയായ അഖീദയായിരിക്കണം, വിശ്വാസ കാര്യങ്ങളായിരിക്കണം നാം പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അഖീദ പഠിക്കലിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നതിന് ഒന്നാമത്തെ കാര്യം, എല്ലാ പ്രവാചകന്മാരും ആദ്യം സമുദായത്തെ പഠിപ്പിച്ചത് അഖീദയാണ്, സഹീഹായ അഖീദയാണ്. രണ്ടാമത്തേത്, സഹീഹായ അഖീദയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട അമലുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ളത്. ഒരാൾ ധാരാളം അമൽ ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സക്കാത്ത് കൊടുത്തു, എല്ലാ വർഷവും ഹജ്ജ് ചെയ്തു, പക്ഷെ അവൻ്റെ അഖീദയിൽ ചെറിയൊരു പോയിൻ്റ് വ്യത്യാസത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിന്ന് അവൻ്റെ അഖീദ മാറിപ്പോയാൽ ഈ അമലുകളൊന്നും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ അഖീദ സഹീഹാകണം. അഖീദ മൊത്തമായിട്ടും പഠിച്ചു മനസ്സിലാക്കി, പക്ഷേ ഏതോ ഒരു ചെറിയൊരു ഭാഗത്തിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ അവൻ്റെ എല്ലാ അമലുകളും ബാത്തിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂചിപ്പിച്ചു, വഖദിംനാ ഇലാ മാ അമലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകളെ ഹിസാബ് ചെയ്യാൻ, വിചാരണ ചെയ്യാൻ അവരുടെ അമലുകളെ കൊണ്ടുവന്നാൽ കാറ്റിൽ പറന്നിക്കുന്ന ധൂളികളാക്കിയിട്ട് അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറത്തിക്കളയും. ഇലാ മാ അമിലു മിൻ അമലിൻ,
അവർ ചെയ്ത അമലുകൾ കൊണ്ടുവരും ഹിസാബ് ചെയ്യാൻ, വിചാരണക്ക്. അള്ളാഹു അമലുകൾ ഒന്നും സ്വീകരിക്കുകയില്ല, കാറ്റിൽ പറത്തിക്കളയും. കാരണം അവരുടെ അഖീദ പിഴച്ചതാണ്. അഖീദ ഒരു കാര്യം, വിശ്വാസപരമായ ഒരു കാര്യം തെറ്റായിരുന്നു അവർ വിശ്വസിച്ചത്. അവരുടെ അഖീദ, അവരുടെ എല്ലാ അമലുകളും പരിപൂർണമായിട്ടും ബാത്തിലാകും. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു പ്രവാചകനോട്, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്, പ്രവാചകരെ അങ്ങേക്കും അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്. എന്താണ് വഹി? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, ജീവിതത്തിൽ അഖീദ പിഴച്ച് ശിർക്ക് സംഭവിച്ചാൽ, കുഫ്ർ സംഭവിച്ചാൽ, ലയഹ്ബതന്ന അമലുക്, പ്രവാചകൻ്റെതാണെങ്കിലും അമലുകളൊക്കെ പൊളിഞ്ഞു. നാം ധാരാളം ഇബാദത്തുകൾ ചെയ്ത്, നിസ്കാരവും നോമ്പും സക്കാത്തും അതിൻ്റെ എല്ലാ മസ്അലകളും കീറി മുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്തു. പക്ഷേ നമ്മുടെ അഖീദ ഏതോ ഒരു ഭാഗത്ത് ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ ഈ അമലുകളൊന്നും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടൂല. അത് പ്രവാചകനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ എല്ലാ പ്രവാചകന്മാരുടെയും പേര്, 18ഓളം പ്രവാചകന്മാരുടെ പേര് അടുത്തടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഇവരെല്ലാവരും അവരുടെ അഖീദയിൽ പിഴച്ചാൽ, ഷിർക്ക് കുഫർ അവരിൽ സംഭവിച്ചാൽ അവർ ചെയ്ത അമലുകളൊക്കെയും ബാത്തിലാവും, ഒന്നും ഉപകാരപ്പെടില്ല. പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ, നമ്മുടെ അഖീദയിൽ ചെറിയൊരു പിഴവുണ്ടാവുകയാണെങ്കിൽ നാം ചെയ്ത എല്ലാ ഇബാദത്തുകളും നാളെ ആഖിറത്തിൽ ബാത്തിലാകും, ഒന്നും ഉപകാരത്തിനെത്തൂല. അതുകൊണ്ട് ആദ്യം അഖീദ ശരിയാക്കണം. മറ്റെല്ലാ അമലുകൾ പഠിക്കുന്നതിന് മുമ്പും ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ അഖീദ നാം പഠിച്ച് അത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഊട്ടി ഉറപ്പിച്ചതിന് ശേഷമായിരിക്കണം മറ്റുള്ള ഇബാദത്തുകൾ ആ അഖീദയുടെ മേൽ നാം പടുത്തുയർത്തേണ്ടത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമ്മുടെ അഖീദയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ അമലുകൾ നാളെ ആഖിറത്തിൽ അളക്കപ്പെടുന്നത്. അഖീദ പിഴച്ചാൽ എല്ലാം പിഴച്ചു. അഖീദ മൊത്തമായിട്ട് പിഴക്കണമെന്നില്ല. അഖീദയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ നമുക്ക് പിഴവ് സംഭവിച്ചാൽ മതി, നമ്മുടെ എല്ലാ അമലുകളും ബാത്തിലായി പോകും. ഇതാണ് രണ്ടാമത്തെ കാര്യം. അഖീദ പഠിക്കേണ്ട പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്ന രണ്ടാമത്തെ കാര്യം, ആ അഖീദയുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ആഖിറത്തിൽ നാം വിചാരണ ചെയ്യപ്പെടുക. മറ്റെല്ലാ അമലും സഹിയാണെങ്കിലും നാം വിചാരണ ചെയ്യപ്പെടുന്നത് ഈ അഖീദയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് ആദ്യം അഖീദ ശരിയാക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നമ്മുടെ അഖീദയിൽ വരുന്ന ചെറിയ പിഴവുകൾ ഇസ്ലാമിൽ നിന്നും നമ്മെ തെറ്റിച്ച് കളയും. നിസ്കാരത്തിൽ വരുന്ന പിഴവുകൾ, ആ നിസ്കാരം ബാത്തിലായി, അത് മാറ്റി നമുക്ക് നമസ്കരിക്കാം. നമ്മുടെ ഹജ്ജിൽ വരുന്ന പിഴവുകൾ നമുക്ക് മറ്റൊരു ഹജ്ജിലൂടെ അത് പരിഹരിക്കപ്പെടും. നമ്മുടെ സക്കാത്തിൽ വരുന്ന പിഴവുകൾ തൗബയിലൂടെയും പിന്നെ അത് ഖളാ വീട്ടിലൂടെയും പരിഹരിക്കപ്പെടും. പക്ഷെ അതേപോലെ നമ്മുടെ അഖീദയിലും പിഴവുകൾ സംഭവിച്ചാൽ നാം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുർത്തദ്ദാണ്. അതിനേക്കാൾ ഗൗരവമുള്ള വേറെ കാര്യമില്ല. നമ്മുടെ നിസ്കാരത്തിൽ രണ്ട് സുജൂദിൻ്റെ സമയത്ത് ഒരു സുജൂദിൽ മാത്രം നാം ഒതുക്കി, നമ്മുടെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരത്തിൻ്റെ റുക്കിന് പോയി. അതേപോലെ അഖീദയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് പിഴവ് സംഭവിച്ചാൽ നാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുർത്തദ്ദായി പോയി. വല്ലാത്തൊരു കാരണം മുർത്തദ്ദിൻ്റെ ഹുക്മ് കാഫിറാണ്. അതേ രീതിയിലാണ് മരണപ്പെടുന്നതെങ്കിൽ നാളെ ആഖിറത്തിൽ കാലാകാലം നരകത്തിലാണ്. ഇത്രയും ഗൗരവത്തിൽ നാം പഠിക്കേണ്ട ഒരു കാര്യമാണ് അഖീദ. ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ 4 വിഭാഗമായിട്ട് പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, അൽ കുഫ്റു ബിൽ ഖൗൽ, നാം അറിയാതെ ഒന്നുകിൽ ഗൗരവത്തോടുകൂടി കാര്യബോധത്തോടുകൂടി സംസാരിക്കുക, കുഫറിൻ്റെ വാക്കുകൾ സംസാരിക്കുക, അല്ലെങ്കിൽ തമാശ രൂപേണ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നാം കുഫറിൻ്റെ വാക്കുകൾ സംസാരിക്കുക. നമ്മുടെ അഖീദയിൽ നിന്ന്, നമ്മുടെ ഇസ്ലാമിൽ നിന്ന് നാം മുർത്തദ്ദായി പോകുന്ന കാര്യമാണ്. അത് തമാശക്കാണെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണെങ്കിലും കുഫറിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിൽ നാം പുറത്തുപോയി, മുർത്തദ്ദായി പോയി. അതിൻ്റെ ഹുക്മ് കൊല്ലുക എന്നുള്ളതാണ്. അവൻ തൗബ ചെയ്ത് മടങ്ങി വന്നിട്ടെങ്കിൽ കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഹുക്മ്. അതേ രീതിയിൽ മരണപ്പെടുകയാണെങ്കിൽ നാളെ ആഖിറത്തിൽ
കാഫിരീങ്ങളുടെ കൂടെ ആയിരിക്കുന്ന മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അതിനേക്കാൾ ഗൗരവമുള്ള വേറെന്താ കാര്യമുള്ള? മിനൂട്ട് കാര്യം പോലും നാം മനസ്സിലാക്കണം. ഏത് കാര്യം എനിക്ക് സംസാരിച്ചുകൂടാ, ഏത് കാര്യത്തിൽ നാം തമാശ രൂപേണ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മുനാഫിഖീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും സംബന്ധിച്ച് തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ യാത്രയിലാണ്. രണ്ടാൾക്കാർ പരസ്പരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും സംബന്ധിച്ച് പറഞ്ഞു, മാ റഅയ്നാ മിസ്ല ഖുറാഇന ഹൗലാ. ഈ സഹാബത്തിനെയും റസൂലിനെയും ചൂണ്ടിയിട്ട് ഈ ഒരു വിഭാഗത്തെ നാം കാണുന്നത് അർഗബ വുജൂനൻ, വെറും തീറ്റക്കൊതിയന്മാരാണ്. റസൂലിനെയും സഹാബത്തിനെയും നോക്കി അവർ പറയാണ്, അവർ വെറും തീറ്റക്കൊതിയന്മാരാണ്. വഅഅജബ ഇൻദൽ ലിഖാ വഅജ്നബ വഅജ്ബന ഇൻദൽ ലിഖാ. യുദ്ധത്തിൻ്റെ വേളയിൽ അവർ ഈ കാണിക്കുന്ന ധൈര്യമൊന്നും യുദ്ധത്തിൻ്റെ സമയത്ത് കാണിക്കില്ല, വെറും ഭീരുക്കളാണ്. സഹാബത്തിനെയും റസൂലിനെ സംബന്ധിച്ചാണ് പറയുന്നത്, ഭീരുക്കളാണ് അവർ. വഅക്ദബ അൽസുനൻ, സംസാരിച്ചാൽ കളവ് പറയും. ഈ 3 വാക്കാണ് മുനാഫിഖീങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞത്, റസൂലിനെ സഹാബത്തിനെ സംബന്ധിച്ച്. വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. അപ്പോൾ ഇവർ ഉദുറുമായിട്ട് വന്നു, കാരണം ബോധിപ്പിക്കാൻ വന്നു. അല്ലാഹുവിൻ്റെ റസൂലെ, കുന്നാ നഖൂലു വനൽഅബ്, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. യാത്രയുടെ ആ പ്രയാസം മാറ്റാൻ തമാശകൾ സംസാരിക്കുന്നതിനിടയിൽ നാം വെറുതെ ഒന്ന് കളിയാക്കി സംസാരിച്ചതാണ്, തമാശ രൂപേണ നാം പറഞ്ഞതാണ്. ഒരിക്കലും അള്ളാഹിൻ്റെ റസൂൽ നാം കുറ്റപ്പെടുത്തിയിട്ടില്ല, മനസ്സറിന് കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വലഇൻ സഅൽതഹും ലയഖൂലുന്ന, അവരോട് പ്രവാചകരെ അവരോട് താങ്കൾ ചോദിക്കുകയാണെങ്കിൽ അവൾ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, നാം തമാശ രൂപേണ പറഞ്ഞതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ ആയാത്തുകളെയും പ്രവാചകനെയുമാണോ നിങ്ങൾ കളിയാക്കുന്നത്? ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറായി പോയി. ആ ഒരു വാക്ക് കൊണ്ടാണ് അവർ കാഫിറായത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ തന്നെ ചിലപ്പോൾ പരസ്പരം കൂട്ടുകാരോട് സംസാരിക്കുന്നതിനിടയിൽ തമാശ രൂപേണ ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് നാം സംസാരിച്ചിട്ടുണ്ടാകും. ഹിസാബിനെ സംബന്ധിച്ച്, സിറാത്തിനെ സംബന്ധിച്ച്, സിറാത്തിൻ്റെ രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, നരകശിക്ഷയെ വിശദീകരിച്ചു. അതിനൊക്കെ സംബന്ധിച്ച് ഒരു കളിയാക്കുന്ന തമാശ രൂപേണ നാം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെയും റസൂലിനെയും നോക്കിയിട്ട് അവർ വെറും തീറ്റക്കൊതിയന്മാരാണ്, യുദ്ധത്തിൻ്റെ സമയത്ത് അവർ ഭീരുക്കളാണെന്ന് പറഞ്ഞതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ ആയതിനു ശേഷം അവർ കാഫിറായിരിക്കുന്നു എന്നാണ്. നമ്മുടെ സംസാരത്തിനിടയിൽ നാം അത് സൂക്ഷിക്കണം. തമാശ രൂപേണയാണെങ്കിലും ഈ വക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഖദ് കഫർതും ബഅദ ഈമാനിക്കും, കുഫറായി പോകുന്ന കാര്യങ്ങളാണത്. കുഫറായി പോകുന്ന കാര്യങ്ങൾ തമാശ രൂപേണ പോലും നാം അത് പറയരുത്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. അതായത് അൽ കുഫ്റു ബിൽ ഖൗൽ, നാം അറിയാതെ തമാശ രൂപേണെങ്കിലും കാഫിറാകുന്ന കാര്യങ്ങൾ സംസാരിക്കുക. രണ്ടാമത്തേത് അൽ കുഫ്റു ബിൽ ഇഅ്തിഖാദ്, വിശ്വാസപരമായിട്ട് കുഫ്ർ കൊണ്ട് നടക്കുക. അഥവാ ഒരാൾ വിശ്വസിക്കുകയാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമൊന്നുമല്ല, അത് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം, ആ രീതിയിലാണ് വിശ്വാസം. പക്ഷെ അവർ 5 വക്ത് നിസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്. അവൻ്റെ വിശ്വാസം ചിലപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കാണ് തോന്നും അവൻ്റെ വിശ്വാസം അതാണ്. അത്രക്കും നിർബന്ധമൊന്നുമല്ല, ചെറിയ സുന്നത്ത് ആ രീതിയിലാവും കാണുന്നതെങ്കിൽ അവൻ കാഫിറാണ്. അവൻ ആ നിസ്കാരത്തിൻ്റെ വുജൂബിയത്തിനെ അവൻ നിഷേധിച്ചു. അവൻ്റെ ഹുക്മ് നാളെ ആഖിറത്തിൽ മരണത്തിന് ശേഷം അതേ ഇഅ്തിഖാദിലാണ്, വിശ്വാസത്തിലാണ് അവൻ മരിച്ചതെങ്കിൽ നാളെ ആഖിറത്തിൽ കാഫിരീങ്ങളുടെ കൂടെ ആയിരിക്കും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അല്ലെങ്കിൽ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല, 5 വക്ത് നമസ്കരിക്കുന്നുണ്ട്, ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിൽ വലിയ പ്രാധാന്യമൊന്നും ഇസ്ലാമിനില്ല. ഇസ്ലാം എത്ര വലിയ പ്രാധാന്യമാണോ നിസ്കാരത്തിന് കൊടുത്തത്, ആ ഒരു പ്രാധാന്യമൊന്നും അവൻ കാണുന്നില്ല. അല്ലെങ്കിൽ ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജിൻ്റെ അമലുകൾ അവൻ്റെ ഒരു മോശമായിട്ട് തോന്നാണ്. ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന് ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കുക,
കല്ലെറിയുക, അത് ഒരു വലിയ മൈതാനം, ആ മൈതാനത്ത് പോയി ഇരിക്കുക, അതൊക്കെ ഒരു മോശമായൊരു ഇബാദത്തായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ യുക്തിവാദികളും ഫെമിനിസ്റ്റുകളും അവരുടെ സംസാരത്തിൻ്റെ ഈ ഇസ്ലാമിൻ്റെ ഈ വക കാര്യങ്ങൾ ഒരു മോശത്തരമായിട്ട് അവന് തോന്നുകയാണെങ്കിൽ ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും, അവൻ്റെ ഈമാനിന് ശേഷം അവൻ കാഫിറായിരിക്കും. പക്ഷെ അവന് ഹജ്ജ് ചെയ്തിട്ട് ജീവിതത്തിൽ 5 or 6 ഹജ്ജുകൾ അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അത്ര വിശ്വാസം പോരാ അവന്. അത്ര ഒരു ഇതൊക്കെ റസൂൽ അന്ന് ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മൾ ഇന്ന് ചെയ്യുന്നു എന്നുള്ളൊരു മോശമായ രീതിയിലാണ് അവൻ്റെ വിശ്വാസമെങ്കിൽ ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും. അത് ഏത് രീതിയിലുള്ള അമലുകളാണെങ്കിലും ആ വിശ്വാസമാണ് വെച്ച് പുലർത്തുന്നത്. പക്ഷെ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും, അവൻ്റെ ഈമാൻ ബാത്തിലായി പോകും. ഇതാണ് രണ്ടാമത്തെ അൽ കുഫ്റു ബിൽ ഇഅ്തിഖാദ്, വിശ്വാസപരമായിട്ട് കാര്യങ്ങളെ അവൻ മോശമായി കാണുക. മൂന്നാമത്തേത് അൽ കുഫ്റു ബിൽ ഫിഅൽ, കുഫ്റായ കാര്യങ്ങൾ ചെയ്യുക. അത് തമാശ രൂപത്തിലാണെങ്കിലും മനസ്സിലൊന്നും ഗൗനിക്കാതെ വെറുതെ ചെയ്തതാണെങ്കിലും അത് കാഫിറാണ്. ഇപ്പം ഖബറിൻ്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക, അതൊക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങളാണ്, കുഫ്റാണ്. പഠിക്കണം നാം ഓരോ കാര്യങ്ങളും, മൈന്യൂട്ടായ കാര്യങ്ങളും അഖീദ നാം പഠിച്ച് മനസ്സിലാക്കി ബോധത്തോടുകൂടി ചെയ്യണം. നാലാമത്തേത് അൽ കുഫ്റു ബിശ്ശക്ക്, ഇസ്ലാമിക കാര്യങ്ങളെ സംശയിക്കുക. വല്ലാത്തൊരു ഗൗരവമുള്ള കാര്യമാണ്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പല ആൾക്കാരുടെയും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള, ഖുർആനിനെ വിമർശിച്ചുകൊണ്ടുള്ള ക്ലിപ്പുകൾ നാം കേൾക്കുന്ന സമയത്ത് ആ ഖുർആൻ്റെ വിഷയത്തിൽ ചെറിയൊരു സംശയം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഈ പറഞ്ഞതൊക്കെ ശരിയായിക്കൂലേ, ഈ രീതിയിലാണോ ഖുർആൻ, ഈ രീതിയിലാണോ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, നാളെ ആഖിറത്തിൽ മരിച്ചതിന് ശേഷം ഖബറിലെ അവസ്ഥ, ഖബറിൽ ചോദ്യം ഉണ്ടാവുമോ, നാളെ ആഖിറത്തിൽ ഒന്നുകൂടി ഒരുമിച്ച് കൂട്ടുമോ, അതൊക്കെ ചെറിയൊരു സംശയമുണ്ട്. പക്ഷെ ആ സംശയം മറ്റൊരാളോട് അവൻ സംസാരിച്ചിട്ടില്ല, അവൻ പ്രവർത്തിച്ചിട്ടുമില്ല, മറ്റൊരാളോട് സംസാരിച്ചിട്ടുമില്ല. അവൻ്റെ ഹൃദയത്തിൽ ഒതുങ്ങി. പക്ഷെ അതുകൊണ്ട് അവൻ കാഫിറാവും. ആ സംശയം പോലും പാടില്ല. അങ്ങനെ സംശയം വരാതിരിക്കാൻ അത്രയ്ക്കും സ്വയബോധത്തോടുകൂടി നാം പഠിക്കണം. യഖീനായൊരു ഇൽമ് നമുക്ക് അഖീദയിൽ വേണം. എന്നാൽ എത്ര കേട്ടാലും, ഏത് രീതിയിലുള്ള നല്ല നല്ല വാക്കുകൾ കേട്ടാലും ഇസ്ലാമിനെതിരെയുള്ള വാക്കുകളാണെങ്കിൽ നമുക്കത് തെറ്റാണെന്നുള്ള ബോധത്തോടു കൂടി നാം അതിൽ നിന്ന് മാറി നിൽക്കും. പരിപൂർണമായ ഇൽമില്ലാതെ എവിടുന്നൊക്കെ കേട്ട ചെറിയ ചെറിയ ഇൽമ് വെച്ച്, അഖീദ വെച്ച് ആ രീതിയിൽ ജീവിക്കുമ്പോൾ, ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരും നമ്മുടെ ഹൃദയത്തിൽ. ആ സംശയം അൽ കുഫ്റു ബിശ്ശക്ക്, ഷക്കിലൂടെ, സംശയത്തിലൂടെ കാഫിറായി പോകും. ഒരാൾ സംശയിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദ് പഠിപ്പിച്ചു. ഇസ്ലാമിലെ ഹദ്ദ്, സിന ചെയ്താൽ, കല്യാണം കഴിച്ചവനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. ആധുനിക ഫെമിനിസ്റ്റുകൾ ആ ഒരു എറിഞ്ഞു കൊല്ലുന്ന വളരെ ഒരു ഭയങ്കര ഭീകരതയായി സൃഷ്ടിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. നമുക്കും തോന്നിപ്പോവും ഇടക്കിടക്ക്, അതൊരു ഭയങ്കര ശിക്ഷയായി പോയല്ലോ, അത്രക്കും കഠിനമായ ശിക്ഷ വേണ്ടായിരുന്നു, ഇസ്ലാം കുറച്ച് കടന്നു പോയെന്നുള്ളൊരു ചെറിയൊരു സംശയം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മതി. ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും. ആ സംശയം ഇല്ലാതിരിക്കാൻ നല്ല യഖീനോടുകൂടിയുള്ള ഇൽമ് വേണം, അഖീദ പഠിക്കണം. അതാണ് അതിൻ്റെ ഒരേ ഒരു പരിഹാരം, ഇൽമാണ്. ഒരേ ഒരു പരിഹാരം ഇൽമാണ്. നല്ല യഖീനായ ഇൽമുണ്ടെങ്കിൽ ഏത് സമയത്തും ആര് എന്ത് പറഞ്ഞാലും, എത്ര വലിയ തെളിവുകൾ ഉദ്ധരിച്ച് സംസാരിച്ചാലും നമ്മുടെ ഈമാൻ ഒരു കോട്ടവും സംഭവിക്കൂല. പരിഹാരം ഇൽമ് പഠിക്കുക, അഖീദ പഠിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ അഖീദ പഠിച്ചാൽ, പഠിക്കേണ്ട സ്ഥലത്തു നിന്നും അതിൻ്റെ മർജിയിൽ നിന്നും പഠിക്കുകയാണെങ്കിൽ, ഖുർആനും സുന്നത്തും വെച്ച് സലഫു സാലിഹീങ്ങളുടെ ഫഹ്മിൻ്റെ അടിസ്ഥാനത്തിൽ അഖീദ പഠിക്കുകയാണെങ്കിൽ ഏതൊരു സ്ഥലത്തും എത്ര വലിയ സംസാരം കേട്ടാൽ നമ്മുടെ ഹൃദയത്തിന് അടക്കം സംഭവിക്കൂല. നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റും ഓരോ കാര്യങ്ങളും, ഓരോ സാഹചര്യത്തിലും, ഓരോ ആൾക്കാരുടെ മുമ്പിലും ഇതാണ് എൻ്റെ അഖീദ, ഇതാണ് സലഫു സാലിഹീങ്ങൾ കാണിച്ചെന്ന അഖീദ, ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്നുള്ള പൂർണ്ണ ബോധമുണ്ടാവും അവന്. ഇന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. അത് ആരുടെ മുമ്പിലും തുറന്ന് പറയാനും ആരുടെ വാക്ചാതുര്യത്തിൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാനും നമ്മെ അത് സഹായിക്കും. പരിപൂർണമായ ശരിയായ സോഴ്സിൽ നിന്നുള്ള ഇൽമ്, അഖീദ പഠനം എന്നുള്ളത്. അതുകൊണ്ടാണ് അഖീദ അതിൻ്റെതായ രീതിയിൽ നാം പഠിക്കണമെന്ന് പറയുന്നത്.
ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, അഖീദ പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ, അഖീദയുടെ പഠനത്തിൻ്റെ പ്രാധാന്യം നാം പറയുന്നത്, ഒന്ന്, നമുക്ക് മരണത്തിന് ശേഷവും അത് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖീദ സഹീഹായി തൗഹീദ് പൂർത്തീകരിക്കാനാണ് നമ്മെ സൃഷ്ടിച്ചത്. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ പ്രവാചകന്മാരും ആദ്യമായിട്ട് സമുദായത്തെ ക്ഷണിച്ചത് അഖീദയിലേക്കാണ്, സഹീഹായ അഖീദയിലേക്കാണ്. അതേപോലെ തന്നെ നാളെ ആഖിറത്തിൽ നമ്മുടെ അമലുകൾ അളക്കപ്പെടുന്നത് നമ്മുടെ അഖീദയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അഖീദ ഫാസിദാണെങ്കിൽ എല്ലാ അമലുകളും ഫാസിദാണ്. ജീവിച്ചത് തന്നെ വേസ്റ്റായി പോകുന്ന, ജീവിതം വേസ്റ്റായി പോകുന്ന ഒരു രംഗമായിരിക്കും. അതുകൊണ്ട് അഖീദ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക, അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖീദ അതിൻ്റേതായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും എല്ലാവർക്കും തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകളിൽ അഖീദയുടെ ഓരോ ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടത് പരിപൂർണ്ണമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എല്ലാവർക്കും തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.